ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഒരു മോട്ടിവേഷൻ വീഡിയോ ആണ്. അല്ലെങ്കിൽ നമ്മൾ ഹോം മേക്കേഴ്സ് അല്ലെങ്കിൽ അമ്മമാർ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ അമ്മമാരുടെ ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന അമ്മമാർ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. രാവിലെ കണ്ണ് തുറക്കുന്നത് മുതൽ രാത്രി എല്ലാവരും ഉറങ്ങുന്നത് വരെ ഒന്നിനും സമയമില്ലാതെ ഓടി നടക്കുന്നവരാണ് നമ്മൾ അമ്മമാർ അല്ലെങ്കിൽ ഹോം മേക്കേഴ്സ്. കുട്ടികളുടെ കാര്യം, ഭർത്താവിൻ്റെ കാര്യം, വീട്ടുപണികൾ, കുക്കിംഗ്, അങ്ങനെ ഇതിനിടയിൽ പലപ്പോഴും നമ്മളെ തന്നെ മറന്നു പോകാറുണ്ട്. എനിക്ക് എൻ്റേതായ ഒരു സമയവും കിട്ടുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഈ അടുക്കളയിലും 4 ചുവരുകൾക്കുള്ളിലും ഒതുങ്ങിപ്പോവുകയാണ് എന്നൊക്കെ വിഷമിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് നമുക്കുണ്ടാകും. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്ന ഈ 4 ടിപ്സും ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ടിപ്സാണ്. നമ്മൾ ഒരു കാര്യം ആലോചിക്കുക, ഒരു വീടിൻ്റെ ഹാപ്പിനെസ്സും ഐശ്വര്യവും ഒക്കെ അവിടുത്തെ അമ്മയുടെ കയ്യിലാണ്. നമ്മൾ ഹാപ്പിയായും സ്ട്രെസ് ഫ്രീ ആയും ഇരുന്നാൽ മാത്രമേ നമ്മുടെ കുടുംബത്തിന് ആ ഹാപ്പിനെസ് നമുക്ക് കൊടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ബിസി ലൈഫിനിടയിലും ഒരു ഹോം മേക്കർക്ക് അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് എങ്ങനെ സ്വന്തം സന്തോഷവും പോസിറ്റീവ് എനർജിയും നിലനിർത്താം എന്നതിനെക്കുറിച്ചുള്ള കുറച്ച് സിമ്പിൾ കാര്യങ്ങളാണ് ഞാൻ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഉറപ്പായും ഈ വീഡിയോ നിങ്ങൾക്കൊരു ചെറിയ മോട്ടിവേഷനായിട്ട്. ഓക്കെ, ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, രാവിലെ നമുക്കായി നമ്മൾ കുറച്ച് സമയം മാറ്റിവെക്കുക എന്നതാണ്. വീട്ടിലുള്ളവർ അല്ലെങ്കിൽ കുട്ടികളൊക്കെ എഴുന്നേൽക്കുന്നതിന് ഒരു 20 മിനിറ്റ് മുമ്പെങ്കിലും എഴുന്നേൽക്കാൻ ശ്രമിക്കുക. ആ സമയത്ത് ഫോൺ നോക്കാതെ, ആരും ശല്യപ്പെടുത്താനില്ലാത്ത ആ കാം എൻവയോൺമെൻറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള ചായയോ കാപ്പിയോ എന്തെങ്കിലും കുടിക്കുക. അല്ലെങ്കിൽ വെറുതെ ജനലിലൂടെ ഒന്ന് പുറത്തേക്ക് നോക്കിയിരിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയോ ചെയ്യാം. ആ ഒരു മീ ടൈം തരുന്ന എനർജി അന്ന് ദിവസം മുഴുവൻ നമ്മളെ ആക്റ്റീവായിരിക്കാൻ സഹായിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, വീട് എപ്പോഴും 100% പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ സാധനങ്ങൾ അലങ്കോലപ്പെടുന്നത് സ്വാഭാവികമാണ്. പണികൾ പെർഫെക്റ്റ് ആക്കാൻ നോക്കി സ്ട്രെസ് എടുക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ദേഷ്യപ്പെടുന്നത്. ചില ദിവസങ്ങളിൽ പണികൾ കുറച്ച് ബാക്കി കിടന്നാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കാം. നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തിനാണ് വീടിൻ്റെ വൃത്തിയേക്കാൾ പ്രാധാന്യമെന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമതായിട്ട് ഞാൻ ചെയ്യുന്ന മൂന്നാമത്തെ ടിപ്പ്, വീട്ടുജോലികൾക്ക് പുറമെ നമുക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം ദിവസവും ചെയ്യുക. അത് ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നതോ, അല്ലെങ്കിൽ നല്ലൊരു പാട്ട് കേൾക്കുന്നതോ, ഒരു പുസ്തകം വായിക്കുന്നതോ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കുകളോ വ്ളോഗിങ്ങോ പോലുള്ള ക്രിയേറ്റീവായ കാര്യങ്ങളൊക്കെ ആകാം. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ മനസ്സിനെ എപ്പോഴും യൗവനത്തോടെ നിലനിർത്തും. ഇനി നാലാമത്തെ ടിപ്പ്, എല്ലാ ജോലികളും ഒറ്റയ്ക്ക് തന്നെ ചെയ്തു തീർക്കണം എന്ന് നമ്മൾ വിചാരിക്കരുത്. ആവശ്യമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ ഹസ്ബൻഡിനോടോ കുട്ടികളോടോ ഒക്കെ ചെറിയ സഹായങ്ങൾ ചോദിക്കാം. കുട്ടികളെ അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പണികളിലൊക്കെ പങ്കാളികളാക്കാം. അത് നമ്മുടെ ജോലിഭാരം കുറക്കുക മാത്രമല്ല, കുട്ടികളെ ഉത്തരവാദിത്തമുള്ളവരാക്കാനും സഹായിക്കും. അതുപോലെ തന്നെ വീക്ക്ലി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ജോലികളിൽ നിന്ന് ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കുക. ഇവിടെ ഇത് കേൾക്കുന്ന എല്ലാ അമ്മമാരോടും പറയാനുള്ളത്, നമ്മൾ ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജോലിയാണ്, ഏറ്റവും മഹത്തായ ജോലിയാണ്. ഒരു കുടുംബത്തിൻ്റെ കാവലാൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് മറ്റുള്ളവരെ കെയർ ചെയ്യുന്നതിനൊപ്പം സ്വന്തം ആരോഗ്യവും സന്തോഷവും നോക്കാൻ നമ്മൾ മറക്കരുത്. നമ്മൾ ഹാപ്പിയായാൽ നമ്മുടെ കുടുംബവും ഹാപ്പിയാകും.
അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നടക്കുന്നതിനൊപ്പം സ്വന്തം ആരോഗ്യവും സന്തോഷവും നോക്കാൻ നമ്മൾ ഒട്ടും മടിക്കരുത്. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ പറഞ്ഞ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി തന്നിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.